ഗൈസ്, നിങ്ങളുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ഒക്കെ എവിടം വരെ എത്തി? നമ്മളിതാ കുറച്ച് ക്രിസ്മസ് ഐറ്റം ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പൊ പോണ വഴി നന്നായിട്ട് വിശന്നുണ്ട് ഇവിടെ അയ്യന്തോളം ഒരു കടയിൽ കയറി അടിപൊളി ബർഗർ കഴിച്ചു. ഇവിടുത്തെ ബർഗർ എനിക്ക് ഇത്തിരി സ്പെഷ്യൽ ആയിട്ട് തോന്നി. കുറച്ച് കോണ്ടിനെന്റൽ സ്റ്റൈലാണ് ഉണ്ടാക്കിയിരിക്കണം. അതിന്റെ സ്പൈസസ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആട്ടോ. അത് കാരണം എന്റെ കൂടെ വന്ന ആൾക്ക് ഒട്ടും ഇഷ്ടമായില്ലെങ്കിലും എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ മടമടാന്ന് കയറ്റി. പിന്നെ ഭയങ്കര ഹെൽത്തി കുട്ടനായോണ്ട് ഷുഗർ ഫ്രീ പൈനാപ്പിൾ ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടാണ് അവിടെ നേരെ പോയോട്ടോ. നേരെ റൗണ്ടേ കയറിപ്പുണ്ടല്ല, ഇവിടെ നല്ലൊരു ക്രിസ്മസ് വൈബ്. മഞ്ഞ് പൊഴിഞ്ഞ് വീണ പോലെ കേട്ടോ ഈ റോഡൊക്കെ എനിക്ക് ഉണ്ടായിരുന്നേ. ഈ നേരത്തെ ആരെങ്കിലും ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോട്ടോ. എനിക്ക് ഓടിച്ചപ്പോണ്ടല്ല, ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് ഒരു ഫെയർലാൻഡിൽ എത്തിയ പോലെ. പിന്നെ അതിന്റെ ഉറവിടം തപ്പി നടന്നപ്പോഴാണ് മനസ്സിലായ ആഹ്ലാദ പ്രകടനമാണ് ഗൈസ്. അങ്ങനെ നമ്മളൊരു 7-7:30 ആയപ്പോഴേക്കും പുത്തമ്പള്ളി റോഡിലെത്തിട്ടോ. ഇവിടെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും സ്കൂട്ടി എടുത്ത് ഇതിന്റെ അകത്തോട്ട് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സ്കൂട്ടിയോ ഓടിക്കാൻ ഇങ്ങനെ. അപ്പൊ കാർ എടുത്ത് വരുന്നവരൊക്കെ ഇത് എങ്ങനെയാ അതിന്റെ ഉള്ളിൽ കൂടെ കയറ്റണത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, സ്റ്റാറിന്റെ ഒരു മാല, ഇത് ഞാൻ ആദ്യമായിട്ടോ ഇവിടെ കാണുന്നേ. എല്ലാ കൊല്ലം ക്രിസ്മസ് അപ്പൂപ്പ ഇവിടെ ഉണ്ട്. ചിലതൊക്കെ കാലങ്ങളായിട്ട് കാണുന്ന ക്ലീച്ചേ സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. പേസ്റ്റൽ കളേഴ്സിന്റെ ട്രീ തപ്പി നടക്കണവരാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം, കാരണം ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഗൈസ്. അങ്ങനെ നോക്കി നോക്കി നടന്ന അവസാനം നമ്മുടെ ഫോൺ അങ്ങോട്ട് തെറിച്ച് പാറി പോയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ നെഞ്ചരിച്ചിൽ എനിക്ക് ഇല്ലാതില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും എന്റെ വക ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.